അപ്പോൾ നമ്മുടെ മതപരമായിട്ടായാലും നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്, ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തിൽ നമ്മളെല്ലാവരും നമുക്ക് പൂർണ്ണമായും ഈ സിഹിർ, കണ്ണീർ അല്ലെങ്കിൽ പൈശാചിക ഷെറുകൾ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എൻ്റെ മൈൻഡ് മൊത്തത്തിൽ മാറി രഹസ്യമാക്കി വെക്കേണ്ട പല കാര്യങ്ങളും എന്ത് ചെയ്തു, സ്വയബോധം, നമ്മുടെ മനുഷ്യന്റെ ഒരു അവസ്ഥ മാറിപ്പോയി. അപ്പം പരസ്യമാക്കി പറഞ്ഞു പല കാര്യങ്ങളും. പിന്നെ ചില കാര്യങ്ങൾ ഓർമ്മയില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു AP ഉസ്താദിനെ കുറ്റം പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് വലിയൊരു വിവാദമായത്. ഒരു സൂക്ഷ്മതയുടെ ഭാഗം എന്നുള്ള ഒരു നിലയിലാണ് ഞാൻ വൈഫിന്റെ നമ്പർ കൊടുത്തത്. വൈഫിന്റെ നമ്പർ കൊടുത്തത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ്. നമസ്കാരം. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്ന് വേണമെങ്കിൽ പറയാം, സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണത്തിനിരയായിട്ടുള്ള ഒരു ഉസ്താദാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. മുഹമ്മദ് ഉവൈസ് അസ്ഹരി. നിങ്ങളൊക്കെ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാകും. ഒരുപാട് വിഷയങ്ങൾ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ സജീവമായി തന്നെ ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നാലും ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഇദ്ദേഹത്തെ ഞാൻ നേരിൽ കണ്ടത്. അന്ന് ഇദ്ദേഹവുമായി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അതിനുശേഷം ഇദ്ദേഹത്തെ എനിക്ക് കാണാൻ കഴിഞ്ഞത് ഇന്നാണ്. എന്തായാലും ഇദ്ദേഹത്തിന് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ ഇദ്ദേഹം ഒരു ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. ആ മജ്ലിസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് പറയാനുള്ള ചില കാര്യങ്ങൾ, ഞാൻ അത് എടുത്തു പറയാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, ഈ ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന ആളുകൾക്കെതിരെയൊക്കെ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി വിമർശനങ്ങൾ അത്തരത്തിലുള്ള ആളുകൾക്കെതിരെ പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിന് പറയാനുള്ള ആ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങൾ, ചർച്ചകൾ, ഇദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ചില ആരോപണങ്ങൾ, ആ വിഷയത്തെക്കുറിച്ചൊക്കെ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് ചർച്ചകൾ ഉസ്താദിനെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രധാനമായും ചില പ്രവാചകനെ സ്വപ്നം കണ്ടു എന്ന് പറയുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ട്രോളുന്ന ഒരുപാട് വീഡിയോകൾ, അതുപോലെ തന്നെ പറഞ്ഞ വീഡിയോ മുഴുവനായിട്ടില്ലെങ്കിലും ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുള്ള ചില വീഡിയോസുകളാണ് കാര്യമായി പ്രചരിച്ചിരുന്നത്. അതുപോലെ ഒരു വാഹനം വിൽക്കാനുണ്ട് എന്ന് പറഞ്ഞ് വാഹനം വാങ്ങിക്കുന്ന ആളുകൾ ഭാര്യയുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് അത്തരത്തിലുള്ള ഒരു വീഡിയോ എന്റെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. എന്തൊക്കെയാണ് ഇത്തരത്തിലുള്ള ഈ വിവാദങ്ങൾ? അതിൽ എത്രമാത്രം സത്യമുണ്ട്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ ഏകദേശം ഞാൻ ഈ ഓൺലൈൻ മജ്ലിസ് തുടങ്ങിയിട്ട് 4 വർഷത്തോളമായി. 4 വർഷത്തോളം സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. 4 വർഷത്തോളം ആകുമ്പോൾ ഏകദേശം ഒരു 1000-ൽ പുറത്ത് വീഡിയോസുകൾ തന്നെ എൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ 4 വർഷമായിട്ട് പരിപാടി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇതുവരെ എന്നിൽ നിന്ന് ഇങ്ങനൊരു വിമർശനം ഉണ്ടായിട്ടില്ല. നമ്മൾ ഒതുങ്ങിക്കൂടി പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒതുങ്ങിക്കൂടി നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. യാഥാർത്ഥ്യമായി നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്, മുഅ്മിനീങ്ങളാണ്. അപ്പം നമ്മുടെ മതപരമായിട്ടായാലും നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ്, ഒരുപാട് കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ആ വിശ്വാസത്തിൽ നമ്മളെല്ലാവരും നമുക്ക് പൂർണ്ണമായും ഈ സിഹിർ, കണ്ണീർ അല്ലെങ്കിൽ പൈശാചിക ഷെറുകൾ ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും എനിക്കുണ്ടായി. പിന്നെ മനുഷ്യനാണ്, മനുഷ്യൻ്റെ മൈൻഡുകൾ മാറാം, മനസ്സുകൾ മാറാം, ഏത് സമയത്ത് രോഗങ്ങൾ ഉണ്ടാവാം. രോഗം ഇല്ലാത്ത ആരും ഇല്ലല്ലോ അല്ലേ? ഏത് നിമിഷം വേണമെങ്കിലും ഒരു മനുഷ്യൻ്റെ മൈൻഡ് മാറി അബോധാവസ്ഥയിൽ പലതും പറഞ്ഞു പോകും അല്ലേ? അപ്പം അങ്ങനെ ഒരു അവസ്ഥ എനിക്ക് പെട്ടെന്നുണ്ടായി. അങ്ങനെ ഒരു 2-3 മാസമായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടിലായിരുന്നു. എന്നിട്ടും ഞാൻ എൻ്റെ ഈ പരിപാടിയിൽ മുടങ്ങാതെ പങ്കെടുത്തു. അങ്ങനെ പെട്ടെന്ന് ഒരു യാദർച്ചയായിട്ട് ആ പരിപാടി പങ്കെടുത്തപ്പോൾ എൻ്റെ മൈൻഡ് മൊത്തത്തിൽ നല്ല രീതിയിൽ മാറി. സ്വയബോധമില്ലാതാണ് പല കാര്യങ്ങളും ഞാനത് പറഞ്ഞത്. ഒരിക്കലും സ്വയബോധത്തോടുകൂടി പറഞ്ഞതല്ല ഒന്നും എന്നാണ് പറയാനുള്ളത്. അതായത് ആ വിവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആളുകൾ ട്രോൾ ചെയ്യുന്ന വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, അത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല. യഥാർത്ഥത്തില് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രവാചകനെ സ്വപ്നം കാണുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കാത്ത ഒരു കാര്യമല്ല. കാണുന്നതിന് വേണ്ടിയാണല്ലോ പലപ്പോഴും നമ്മളൊക്കെ ദുആ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തില് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ സ്വപ്നത്തിൽ കാണുന്ന അനുഭവം? അത് അതുമായിട്ട് ബന്ധപ്പെട്ടപ്പോ നമ്മളൊക്കെ രഹസ്യ കാര്യങ്ങളായിരിക്കുമല്ലോ. അപ്പൊ അത് പറയാൻ ആഗ്രഹം. ശരിക്കും അന്ന് എന്റെ മൈൻഡ് മൊത്തത്തിൽ മാറി രഹസ്യമാക്കി വെക്കേണ്ട പല കാര്യങ്ങളും എന്ത് ചെയ്തു, സ്വയബോധം, നമ്മുടെ മനുഷ്യന്റെ ഒരു അവസ്ഥ മാറിപ്പോയി. അപ്പം പരസ്യമാക്കി പറഞ്ഞു പല കാര്യങ്ങളും. പിന്നെ ചില കാര്യങ്ങൾ ഓർമ്മയില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു. പിന്നെ അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു AP ഉസ്താദിനെ കുറ്റം പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് വലിയൊരു വിവാദമായത്.
ഒരിക്കലും സ്വയബോധത്തിൽ എ പി ഉസ്താദിനെ എന്ന് കുറ്റം ഒരു ആലിമീങ്ങളെയും ഞാൻ കുറ്റം പറയുന്ന ആളല്ല. പ്രത്യേകിച്ച് എ പി ഉസ്താദിനെ പോലെ വലിയൊരു പണ്ഡിതനെ തെറി വിളിക്കുകയോ കുറ്റം പറയുകയോ ഒന്നും ചെയ്യുന്ന ആളല്ല. ഇപ്പോഴും പലരും എന്നോട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്നെ കാണുന്ന ഞാൻ എന്തോ എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ആലിമീങ്ങളെ ചീത്ത വിളിക്കുന്ന തെറി വിളിക്കുന്ന ആളാണെന്നാ. എൻ്റെ ഇത്രയും വർഷത്തിനുള്ളിൽ ഞാൻ അങ്ങനെ ആരെയും വിളിച്ചിട്ടില്ല. പക്ഷെ ഇത് വലിയൊരു വിഷയമായിട്ട് ചർച്ച ചെയ്തതൊക്കെ. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ആളാണോ? അതായത് ഇപ്പം എ പി ഉസ്താദിനെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാൽ ചില ആളുകൾ എ പി ഗ്രൂപ്പിന്റെ ആളാണ് എന്ന് പറയുന്നുണ്ട്, ചില ആളുകൾ പറയുന്നത് ഇ കെ ഗ്രൂപ്പിന്റെ ആളാണെന്നാണ്. ഏതെങ്കിലും ഗ്രൂപ്പുമായിട്ട് ബന്ധമുണ്ടോ? ഞാൻ പഠിച്ചതൊക്കെ എ പി ഗ്രൂപ്പിലും പഠിച്ചിട്ടുണ്ട്, ഇ കെ ഗ്രൂപ്പിലും പഠിച്ചിട്ടുണ്ട്, ദക്ഷിണയിലും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ചെറുപ്പം മുതലേ നമ്മൾ മദ്രസയും കോളേജ് ഇതൊക്കെ ആയിട്ട് പഠിക്കുന്നതാണല്ലോ. അപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പത്തിലെ എൻ്റെ വല്ലുപ്പാണ് എന്നെ മദ്രസയെ കൊണ്ട് ചേർത്തത്, ഉസ്താദുമാരെ പഠിപ്പിച്ചത്. അപ്പൊ ഗ്രൂപ്പ് നോക്കാതെയാണ് എന്നെ എൻ്റെ വല്ലുപ്പ എന്ത് ചെയ്ത് പഠിപ്പിച്ചത്. അപ്പൊ ഞാൻ ഗ്രൂപ്പ് നോക്കലില്ല, എല്ലാ ആലിമീങ്ങളെയും സ്നേഹിക്കും, എല്ലാ പണ്ഡിതന്മാരെ ഇന്നും അന്നും എന്നും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ദറസ് പഠിച്ചതൊക്കെ എ പിയിലും ഇ കെയിലും ദക്ഷിണയിലും ഉണ്ട്. അതിനുശേഷം ഉപരിപഠനത്തിന് വേണ്ടി പോയത് ഇ കെ സമസ്തയുടെ പയ്യന്നൂര്, കണ്ണൂര് ജാമിയ അസ്ഹരി അറബി കോളേജുകളിൽ നിന്നാണ് അസ്ഹരി ബിരുദം കരസ്ഥമാക്കിയത്. അപ്പോൾ നമ്മൾ ഏതൊരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഏതൊരു സംഘടനയുടെ അണ്ടറിൽ നിന്ന് പഠിച്ചാലും പഠിച്ചിറങ്ങിയിട്ട് പലരും അവരോട് തന്നെ തിരിച്ച് എതിര് കാണിക്കുന്ന ശിഷ്യന്മാരുണ്ട്. ഉദാഹരണത്തിന് എ പി ഉസ്താദിന്റെ അടുത്ത് പഠിച്ചിറങ്ങിയിട്ട് ഒരുപാട് പേര് ഇറങ്ങി വന്നിട്ട് എ പി ഉസ്താദിനെ കുറ്റം പറയുന്നവരുണ്ട്. അല്ലെങ്കിൽ ഇ കെ ദറസുകളിൽ പഠിച്ചിട്ട് അവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് ആ സംഘടനയ്ക്കെതിരെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു നിഷ്പക്ഷമായിട്ട് പോകുന്ന ഒരാളാണ്. എല്ലാ അള്ളാഹുവിന്റെ ദീൻ ഇവിടെ നിലനിൽക്കണം, സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിൽക്കണം. സുന്നത്ത് ജമാഅത്തിന്റെ രണ്ട് സംഘടനയിലെയും എല്ലാ പണ്ഡിതന്മാരെയും ഗ്രൂപ്പ് തിരിക്കാതെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അത്തരത്തിലൊരു സംഭവം അത് മനഃപൂർവ്വം പറഞ്ഞതല്ല, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ ആളല്ല. അല്ല അതാ പ്രത്യേകിച്ച് എ പി ഉസ്താദിനൊന്നും ഞാൻ മനഃപൂർവ്വം കുറ്റം പറഞ്ഞതല്ല. ഇപ്പോഴത്തെ ഈ സൈബർ ആക്രമണങ്ങൾ അവസാനിച്ചോ? അതായത് വാട്സാപ്പിലോ അല്ലെങ്കിൽ നമ്പറിലൊക്കെ വിളികൾ വരുന്നുണ്ട്, വാട്സാപ്പിൽ അവസാനിച്ചിട്ടില്ല. ഇല്ല. അതുപോലെ തന്നെ ഇപ്പൊ മറ്റേ ട്രോളുന്ന വീഡിയോകളൊക്കെ ഏകദേശം ഇപ്പം വീണ്ടും ഓരോരുത്തർ ഇടുന്ന അനുസരിച്ച് എന്ത് ചെയ്യും, ഒരുപാട് ആൾക്കാർ ഫോണിൽ വിളിച്ചിട്ട് ചീത്ത വിളിക്കുകയും വാട്സപ്പിലേക്കാണ് കൂടുതലും മെസ്സേജ് അയച്ചിട്ട് വളരെ വൃത്തികെട്ട രീതിയിലുള്ള വീഡിയോസും ഫോട്ടോസും മോശമായ രീതിയിൽ പലരും നമുക്ക് ഇടലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കലും പറയലൊക്കെ ഉണ്ട് വിളിച്ചിട്ടൊക്കെ. നമ്മൾ തിരിച്ചതിനൊന്നും ഒന്നും മറുപടി പറയാം, എല്ലാം പടച്ചോനും അറിയാമല്ലോ. അപ്പൊ ഇതൊക്കെ ജനങ്ങൾ കാണുന്നത് പ്രത്യേകിച്ച് 100% ഇങ്ങനൊരു കാര്യം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഞാനായാലും നിങ്ങളായാലും പ്രത്യേകിച്ച് പ്രതികരിക്കുക തന്നെ ചെയ്യും. കാരണം ഒരു മനുഷ്യൻ സ്വയബോധത്തിലാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം. കാരണം കാറ് വിൽക്കുന്നു, അല്ലെങ്കിൽ ഗൂഗിൾ പേയുടെ നമ്പർ ഇതാണ്, ഇതിലേക്ക് പൈസ അയച്ചോ, അല്ലെ ഭാര്യയുടെ നമ്പർ അതിലേക്ക് വിളിച്ചോ, അല്ലെങ്കിൽ എങ്ങനെയുള്ള രീതികളുമായി ബന്ധപ്പെട്ട് ഞാനല്ല വേറൊരാളാണ് വന്നെങ്കിൽ 100% നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യണം. പിന്നെ എൻ്റെ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ ബുദ്ധിമുട്ട് എന്താണെന്ന് ഏകദേശം ഒരാൾ മനസ്സിലാക്കിയിട്ട് വേണമല്ലോ പ്രതികരിക്കാൻ. ഇപ്പൊ ഒരുപാട് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചുകൊണ്ട് കള്ളനാണ്, പണത്തിന് വേണ്ടി ചെയ്യാണ്, അല്ലെങ്കിൽ ഇതൊക്കെ തട്ടിപ്പാണ് വെട്ടിപ്പാണെന്നുള്ള രീതിയിൽ ഒരുപാട് ആൾക്കാർ വീഡിയോ ഇടുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇട്ട് കാര്യങ്ങൾ പറയുമ്പം എനിക്ക് അവരോട് പറയാനുള്ളതും, നമ്മൾ ഏതൊരു വിഷയം വിമർശിക്കുമ്പോഴും ആദ്യം അതിനെക്കുറിച്ച് പഠിക്കണം. ഇപ്പം കബീർക്കായെ സംബന്ധിച്ചിടത്തോളം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ വിഷയത്തിൽ ഇന്റർവ്യൂ നടത്താൻ വന്നപ്പോൾ കുറേ നാളുകളോളം ഏകദേശം 1-2 ആഴ്ചത്തോളം എന്നെക്കുറിച്ചും ഞാൻ എന്താണെന്നും എൻ്റെ ചാനൽ എന്താണെന്നും എൻ്റെ വീഡിയോ എന്താണെന്നും പഠിച്ചതിന് ശേഷമാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നത്. അപ്പോൾ എന്നിലൊരു യാഥാർത്ഥ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം വന്നത്. അപ്പം നമ്മുടെ ഈ പരിപാടി കാണുന്ന ആൾക്കാരോടും പറയാനുള്ളത്, ഒരിക്കലും ഈ ഓൺലൈൻ മേഖല കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു പരിപാടി കൊണ്ട് തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ജീവിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അല്ലെ? ഏത് ജോലി എടുത്തിട്ടാലും അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പള്ളി കയറിയിരുന്നാലും അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും ഒരുപാട് മേഖലയിൽ വഴികളുണ്ട് നമുക്ക് ജീവിക്കാം. പക്ഷേ അതിനേക്കാളുമൊക്കെ ഉപരി ഈ ഒരു കാലഘട്ടത്തിന്റെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടമാണ്, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ ഈ കാലഘട്ടം എന്താണോ, ഈ കാലഘട്ടത്തിന്റെ പ്രവർത്തനം എങ്ങനെയാണോ പോകുന്നത് അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, അല്ലെ? ഇപ്പം നിങ്ങളൊക്കെ ഇങ്ങനെ വാർത്തയും ഇങ്ങനെയുള്ള വിഷയങ്ങളായിട്ട് കൂടുതലും പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് വരാനുള്ള കാര്യം തന്നെ കാലഘട്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. പണ്ടൊക്കെ കൂടുതലും റേഡിയോയിലായിരുന്നു വാർത്ത, അല്ലെങ്കിൽ കൂടുതലും നമ്മൾ കേൾക്കുന്ന പത്രം, മുമ്പ് കത്തയച്ചായിരുന്നു, അല്ലെ? ഗൾഫിലുള്ളവർക്ക് കത്തയക്കുന്ന സമയം. ഇപ്പൊ എല്ലാം ടെക്നോളജി വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പൊ കൂടുതലും ഓൺലൈൻ്റെ ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ഉസ്താദുമാർ ഒരുപാട് ആൾക്കാർ ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ജനങ്ങളെ ദിക്റിലേക്കും സ്വലാത്തിലേക്കും ആത്മീയതയിലേക്കും കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്.
ഒരു കാര്യം കൂടെ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞ പല കാര്യങ്ങളും പറഞ്ഞു, അതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഒരു പണ്ഡിതന്മാരെയും കുറ്റം പറയാറില്ല, അത്തരത്തിലുണ്ടായിട്ടുള്ള ചില സംഭവങ്ങളും അതിന്റെ ഭാഗമായി സംഭവിച്ചതാണെന്ന് പറഞ്ഞു. അസുഖം, രോഗം, മറവി, മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ ആർക്കും എപ്പോഴും വരാം. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം, ആ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു. അതിനപ്പുറത്ത് ഒരുപാട് മജ്ലിസ് നടത്തിയ വാഹനമാണ്, ഒരുപാട് മക്കാമുകളിലേക്ക് യാത്ര ചെയ്ത വാഹനമാണ്. ഈ വാഹനം വേണ്ടവര് ഇപ്പൊ തന്നെ അറിയിക്കുക, വിളിക്കുക, എന്റെ ഭാര്യയുടെ നമ്പർ ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭാര്യയുടെ നമ്പർ പോലും കൊടുക്കുന്ന ഒരു സാഹചര്യം, അതിനെ ഒരുപാട് ആളുകൾ വിമർശിച്ചിരുന്നു. ആ വിഷയവും ഒരുപാട് ആളുകൾ ട്രോളുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്നു. യഥാർത്ഥത്തില് എന്തിനാണ് അങ്ങനെ ഭാര്യയുടെ നമ്പർ കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വീഡിയോ അതെങ്ങനെയാണ് പ്രചരിച്ചത്? ഭാര്യയുടെ നമ്പർ കൊടുക്കുന്നതെന്ന് വെച്ചാല് കൂടുതലും ഈ ഓൺലൈൻ മേഖലയെന്ന് വെച്ചാല് സ്ത്രീകളാണ് കാണുന്നത്. ഞാൻ എല്ലാവരോടും കൂടെ പറയാണ്, ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യാൻ പറ്റിയൊരു വഴിയാണ്, ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ചതിക്കപ്പെടുന്ന ഒരു വഴിയാണ്, ഏറ്റവും കൂടുതൽ ദാമ്പത്തിക ജീവിതങ്ങളിൽ പരാജയം ഉണ്ടാവുന്ന ഒരു വഴിയാണ് ഈ ഓൺലൈൻ മേഖല എന്ന് പറഞ്ഞാൽ. ഞാനൊരു ഓൺലൈൻ മജ്ലിസ് നടത്തുന്ന ആളാണ് എങ്കിൽ പോലും ഞാൻ ഈ ഒരു ഓൺലൈൻ മേഖലയെ വെച്ചിട്ട് തന്നെ നിങ്ങളോട് പറയാണ്, 100ൽ ഒരു 70% ഇതിന്റെ പേരിൽ തട്ടിപ്പും വെട്ടിപ്പും, അല്ലെങ്കിൽ ഈ ഒരു ഓൺലൈൻ മേഖല കൊണ്ട് തന്നെ പലരും ചൂഷണം ചെയ്യുന്ന, പല കുടുംബജീവിതവും നശിച്ചു പോകുന്ന ഒരു അവസ്ഥ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉസ്താദിന്റെ പരിപാടി കണ്ടങ്ങ് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ അവളുടെ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പം വൈകുന്നേരം ചോറ് എടുത്തു തരാൻ പറഞ്ഞാൽ ചോറ് പോലും എടുത്തു കൊടുക്കാതെ മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ആ മജ്ലിസ് മതി, അല്ലെങ്കിൽ എനിക്ക് ഈ പരിപാടി കണ്ടാൽ മതി, അല്ലെങ്കിൽ ഭർത്താവ് വന്നിട്ടൊരു ചായ ഇട്ട് തരാൻ പറഞ്ഞാൽ ചായ ഇട്ട് തരത്തില്ല, എനിക്കിത് മതി. അത്രത്തോളം എന്ത് ചെയ്യുന്നു, അഡിക്റ്റ് ആയി പോകുന്നു. പിന്നെ കൂടുതലും ഈ ഒരു മേഖലയിൽ നിൽക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായ ഒരു കാര്യം പറയാണ്, ഏറ്റവും കൂടുതലും എന്നെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ വിഷയങ്ങൾ ബന്ധപ്പെടുന്നതൊക്കെ സ്ത്രീകളാണ്. കാരണം അവർ വിളിച്ചു പറയുന്ന പ്രത്യേകിച്ച് വേറൊന്നുമല്ല, അവരുടെ ജീവിതത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല, ഭർത്താവ് സ്നേഹിക്കുന്നില്ല, മക്കൾ സ്നേഹിക്കുന്നില്ല, പണമില്ല, ഇങ്ങനെയുള്ള ടെൻഷനുകൾ ഒരു സൊല്യൂഷൻ തേടിയിട്ടാണ് ഇവർ ഞങ്ങളെയൊക്കെ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വിളിക്കുമ്പോൾ ഒരു ദിവസം 1, 2, 3, 4 അങ്ങനല്ല, ഒരു ദിവസം 100, 150ഓളം കോളുകളായിരിക്കും വരുന്നത്. അപ്പൊ ഇത്രയും ആൾക്കാർ എന്ത് ചെയ്യും, ഞങ്ങളെപ്പോലുള്ള ഉസ്താമാരെ തേടിക്കൊണ്ട് ഇങ്ങനെ വിളിക്കും. അപ്പൊ ഇങ്ങനെ ഇത്രയും സ്ത്രീകളുടെ കോള് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത്രയും കോളുകൾ എടുക്കാനോ, അല്ലെങ്കിൽ ഇത്രയും പെണ്ണുങ്ങൾ വിളിക്കുമ്പോൾ നമുക്ക് അവരായിട്ട് സംസാരിക്കാനോ, അവരുടെ വിഷമങ്ങൾ കേൾക്കാനോ നമുക്ക് അതിനുള്ളൊരു സമയമോ ഇതില്ല. അപ്പം വൈഫിന്റെ നമ്പർ കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള സൊല്യൂഷനുകളൊക്കെ തേടി, അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടാൻ, അവരുടെ മനസ്സിലുള്ള ടെൻഷൻ ആരോടെങ്കിലും ഒന്ന് തുറന്നു പറയണം, അതിനുവേണ്ടിയാണ് അവർ പ്രത്യേകിച്ച് നമ്മളെ വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന സമയത്ത് ഒരു സൂക്ഷ്മതയുടെ ഭാഗം എന്നുള്ള ഒരു നിലയിലാണ് ഞാൻ വൈഫിന്റെ നമ്പർ കൊടുത്തത്. വൈഫിന്റെ നമ്പർ കൊടുത്തത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രമാണ്, സ്ത്രീകൾ മാത്രം വിളിക്കാൻ വേണ്ടിയാണ്. മനസ്സിലായോ? വൈഫിന്റെ നമ്പറിലേക്ക് കോളുകൾ വന്നിരുന്നു, വൈഫിന്റെ കോളില് നമ്പർ കൊടുത്തത് സ്ത്രീകൾ വിളിക്കാൻ വേണ്ടിയും, അതുപോലെ ഈ വണ്ടി വിൽക്കുന്ന വൈഫിന്റെ ആ ഭാഗത്ത് കുറച്ച് കട്ട് ചെയ്ത് കയറ്റിയതാണ്. അവിടെ വൈഫിന്റെ നമ്പർ ശരിക്കും സ്ത്രീകൾ വിളിക്കുക എന്നുള്ള രീതിയിലാണ് കൊടുത്തത്. അതുപോലെ വണ്ടി വിൽക്കുന്ന വിഷയം എന്ന് വെച്ചാൽ എനിക്ക് മൈൻഡ് മാറിക്കിടക്കുകയാണ്. ആ സമയം എന്താ പറയുന്നതെന്ന് പോലും ശരിക്കും ഒരു 2-3 മാസമായിട്ട് എനിക്ക് ഓർമ്മയില്ലാത്തൊരവസ്ഥയാണ്. പിന്നെ ഞാൻ എൻ്റെ നാട്ടിലൊരു വലിയ പരിപാടി നടത്തി. അപ്പം 10,000-3,500ഓളം ആൾക്കാർ പങ്കെടുത്ത് 5-6-7 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ചിലവായ വലിയൊരു പരിപാടിയായിരുന്നു. അപ്പൊ ആ പരിപാടി ഞാൻ 2-3 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. അപ്പൊ ഈ വർഷത്തെ പരിപാടി ആയപ്പോൾ എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ ആകെ മൈൻഡ് മാറിക്കിടക്കുക. അപ്പം പരിപാടി നടത്താൻ പോലും നല്ലൊരു പൈസ കയ്യില്ലാതെ വന്നപ്പോൾ ഞാൻ കരുതി എൻ്റെ കാർ അങ്ങ് കൊടുക്കാന്ന്. അങ്ങനെയാണ് ഞാൻ ഈ ചോദിച്ച ആർക്കെങ്കിലും കാറ് വേണോ, അങ്ങനെ. പിന്നെ നമ്മള് കാറ് വിറ്റിട്ടില്ല, ആ കാറ് ഇപ്പോഴും ഉണ്ട്, അങ്ങനെ കൊടുക്കത്തില്ല. പിന്നെ ആ ഒരു സമയത്തെന്ന് വെച്ചാല് എന്റെ കയ്യിരിക്കുന്ന എല്ലാം ഞാൻ എല്ലാവർക്കും വാരി കൊടുക്കുമായിരുന്നു. എന്റെ കയ്യിൽ എന്റെ മൈൻഡ് മാറി കിടക്കുവാണല്ലോ. എന്റെ അനിയൻ എന്റെ കാർ എടുത്തു കൊടുക്കും, അല്ലെ ഫോൺ എടുത്ത് വേറെ ആക്കി കൊടുത്തു. അങ്ങനെ എന്റെ കയ്യിരിക്കുന്ന എന്തെല്ലാം ഉണ്ടോ എല്ലാം വാരി മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു പരിപാടി. കാരണം ഒരു മനുഷ്യന്റെ മൈൻഡ് മാറിപ്പോയില്ലേ. അങ്ങനെ പിന്നെ 10 ദിവസത്തോളം കൊല്ലത്ത് മെഡിസിറ്റി എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ എന്നെ അഡ്മിറ്റ് ആക്കിയിരുന്നു. അവിടെ നല്ല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് തന്നു. പല സമയത്തും പല ഗുളികകളും ഇഞ്ചക്ഷനും പല ടെസ്റ്റുകളൊക്കെ നടത്തി. എന്നിട്ടൊന്നും വലിയ കുറവുണ്ടായില്ല. പിന്നെ കൂടുതൽ ആത്മീയ ചികിത്സ തന്നെയാണ് നടത്തിയത്. അതിലൂടെ അൽഹംദുലില്ലാ പടച്ചോൻ വലിയ അനുഗ്രഹത്തോട് ഇപ്പൊ എന്നെ തിരിച്ചു കൊണ്ടുവന്നു. ഇപ്പോഴും എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പരിപാടി കാണുമ്പം, ഈ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് സ്ത്രീകളൊക്കെ എന്നെ വിളിക്കരുത്. കാരണം വിളിക്കുന്ന സ്ത്രീകളൊക്കെ ഒരുപാട് സ്ത്രീകളായിരിക്കും കാണുന്നത്. കാരണം അവരോടൊക്കെ എനിക്ക് പറയാം, നിങ്ങൾക്കൊരു വിഷമവും പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് തഹജ്ജുദ് നിസ്കരിച്ച് പടച്ച റബ്ബിനോട് ദുആ ചെയ്ത് പറഞ്ഞാൽ മതി, അല്ലെ? എല്ലാത്തിനും അള്ളാഹു സൊല്യൂഷൻ കാണും. കാരണം ഇന്ന് മൊത്തം ചൂഷണത്തിന്റെ ഒരു കാലഘട്ടമാണ്. പാവം പിടിച്ച ഉമ്മമാര്, പെങ്ങന്മാര്, സഹോദരിമാർക്കൊന്നും അറിയില്ല. ഇവരൊക്കെ എന്ത് ചെയ്യും,
പോയിട്ട് ഏതെങ്കിലുമൊക്കെ കള്ളത്തൊരീക്കത്തിലും ഏതെങ്കിലും കള്ള പണത്തിന് വേണ്ടി ചെയ്യുന്നവരുണ്ടാവും, ശൈത്താനെ വെച്ച് ചെയ്യുന്നവരുണ്ടാവും. അവരിലൊക്കെ പോയി പെട്ടുപോവാണ്. അല്ല, അത്തരത്തില് അതായത് ഇപ്പം ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു, ഒരുപാട് അത്തരത്തിലുള്ള മജ്‌ലിസുകൾ ഉണ്ടെന്ന് പറയുന്നു. ഉസ്താദിന്റെ അനുഭവത്തില് അല്ലെങ്കിൽ ഉസ്താദ് അത്തരത്തിലുള്ള ആളുകളെ മനസ്സിലാക്കിയിട്ടുണ്ടോ? പിന്നെ കാരണം എനിക്ക് 100% ആരാണെന്നുള്ളത് ഒന്ന് പേര് നമ്മൾ പറയുന്നത് മോശമാണല്ലോ. എന്ന് വെച്ചാൽ തലപ്പൊക്കെ കെട്ടി, അല്ലെങ്കിൽ നല്ല രീതി വലിയ തലപ്പ് കെട്ടി അടക്കും, കുറെ മോതിരങ്ങൾ കയ്യിലിടും, അല്ലെങ്കിൽ ഒരു പച്ച ഷാള് തോളയിടും, അല്ലെങ്കിൽ ഞാൻ വലിയ ഷേഖാണ് സമൂഹങ്ങളുടെ. കാരണം ഞാൻ എല്ലാവരോടും പറയാം, ഈ ഉള്ളവരൊക്കെ എന്തായിരിക്കും ഒളിപ്പിച്ചു വെക്കത്തേ ഉള്ളു. നമുക്ക് അള്ളാഹുമായിട്ടൊരു ബന്ധം ഉണ്ടെങ്കിൽ, ഒരു ആത്മീയത ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു എന്തെങ്കിലും വലിയ അള്ളാഹുമായിട്ട് നല്ലൊരു കണക്ഷനോ ഒരു ആത്മീയ ബന്ധം ഉണ്ടെങ്കിൽ നമ്മൾ ഒളിപ്പിച്ചു വെച്ച് ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാനേ നോക്കത്തുള്ളൂ. ഈ ഇല്ലാത്തവരായിരിക്കും എന്ത് കാണിക്കുന്നത്, പുറമേ ജനങ്ങളുടെ മുന്നിൽ ഞാൻ വലിയ ഷേഖാണ്, എൻ്റെ അടുത്ത് വന്നാൽ എല്ലാം മാറും എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത്. ഇപ്പം ഇക്കാടെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ ഒരു 10 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ, ആ 10 ലക്ഷം രൂപ നമ്മൾ എപ്പോഴും എന്ത് ചെയ്തോളൂ, ഒളിപ്പിച്ചു വെച്ച് ആരെയും അറിയിക്കാതായിരിക്കും കൊണ്ടു നടക്കുന്നത് എന്ന് പറഞ്ഞതുപോലാണ് ഈ ആത്മീയത എന്ന് പറയുന്നത്. അള്ളാഹുവുമായി അല്ലെങ്കിൽ ദൈവവുമായി അല്ലെങ്കിൽ പടച്ചവനുമായി അല്ലെങ്കിൽ പ്രവാചകന്മാരുമായി, നബിത്തങ്ങൾ, സ്വഹാബത്ത്, ആരങ്ങളുമായിട്ടൊക്കെ നമുക്ക് നല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ, നല്ല ആത്മാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ, നമ്മളൊരു സൂക്ഷ്മതയുള്ള ഒരാളാണെങ്കിൽ, യഥാർത്ഥ ഒരു തഖ്വയുള്ള മനുഷ്യനാണെങ്കിൽ, നമ്മൾ ജനങ്ങളിൽ നിന്നൊക്കെ മാറി മാറി എനിക്കൊന്നിനും കഴിവില്ല, ഞാൻ പാവിയാണല്ലേ, എനിക്കൊന്നിനും കഴിവ്, ഇങ്ങനെ ഒതുങ്ങിക്കൂടി മാറിപ്പോനെ പറ്റത്തുള്ളൂ. കാരണം ഇന്നത്തെ ഈ ഒരു കാലഘട്ടം വെച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലും ആൾക്കാർ എന്ത് ചെയ്യും, കാരണം എൻ്റെ അടുത്ത് വന്നിട്ട് അവൻ എങ്ങനെ ആയത്, അല്ലെ എൻ്റെ അടുത്ത് വന്നിട്ടാ മക്കളായത്, എൻ്റെ അടുത്ത് വന്നിട്ടാ ഞാൻ എന്നുള്ള രീതിയിൽ ആര് പറയുന്നുണ്ടോ അതൊക്കെ തട്ടിപ്പും വെട്ടിപ്പും ആയിരിക്കും. ജനങ്ങൾ വീണുമാണ്. ഒരിക്കലും ഒരു മനുഷ്യനും ഒരു കഴിവില്ല. കഴിവുള്ളത് അള്ളാഹു ആണ്. അള്ളാഹു കഴിവ് കൊടുത്തിട്ടുള്ളത് ഔലിയാക്കൾക്കാണ്. ആ ഔലിയാക്കള് അവരുടെ കഴിവാണ് അത് കറാമത്ത് ഉണ്ടാവുന്ന തന്നെ അള്ളാഹു ഔലിയാക്കൾക്ക് കറാമത്ത് കൊടുക്കുന്ന അവർ അള്ളാഹുമായിട്ട് അത്രത്തോളം അടുത്തതുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനൊന്നും പോയി ആരും വീണു പോരുത്. കുറച്ച് പച്ച ഷാൾ ഇട്ടത് കണ്ടതോ, അല്ലെങ്കിൽ കുറച്ച് മോതിരം കണ്ട്, അല്ലെങ്കിൽ ഓൺലൈനിൽ യൂട്യൂബിൽ വന്നിരുന്ന് കുറെ നീട്ടി വിലക്കി ദുആയും ചെയ്ത് സ്വലാത്തും ചൊല്ലി തന്ന് എന്ന് പറഞ്ഞിട്ട് വലിയ ഷെയ്ഖാണെന്നൊന്നും നോക്കരുത്. നമ്മൾ ആദ്യം നോക്കേണ്ടത് അദ്ദേഹം ഒരു ആലിമാണോ, ഇൽമുണ്ടോ, അറിവുണ്ടോ, പണ്ഡിതനാണോ, അദ്ദേഹത്തിന്റെ ദീനിയായ രീതിയിലുള്ള വിഷയങ്ങൾ അദ്ദേഹം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ദീനിന്റെ വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള കഴിവുണ്ടോ, മതപണ്ഡിതനാണോ, അങ്ങനെയൊക്കെ നോക്കി അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം നോക്കുക. ഇബാദത്തുണ്ടോ നോക്കുക, 5 നേരം കൃത്യമായി നിസ്കരിക്കുന്നോ, തഹജ്ജുദുണ്ടോ, ദുഹാ നമസ്കാരം ഉണ്ടോ, അങ്ങനെ ഇബാദത്തുള്ള ഒരാളാണെങ്കിൽ മാത്രം നമുക്ക് അദ്ദേഹത്തിന് ഒരു ആലിമായ ഒരു പണ്ഡിതനായിട്ട് നമുക്ക് കാണാൻ പറ്റും. അല്ലാത്ത ബാക്കിയൊക്കെ ഭൂരിഭാഗവും ജനങ്ങൾ എന്താണ്, ഇബാദത്ത് കാണത്തോ ഇല്ല, ഇവിടെ വന്നിരുന്ന് നീട്ടിയിരുന്ന് മജ്‌ലിസ് നടത്തും. വിവരക്കേട് വിളിച്ചു പറയുന്നത്. അതെ.